ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഒരു കടമയായിട്ട് ഞാനതവിടെ കാണുന്നതുകൊണ്ട് ഒന്നുകൂടി ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ജോലിക്ക് അപ്ലൈ ചെയ്തത് എംപ്ലോയ്മെൻറ്റ് സൈറ്റുകളിലൂടെയല്ലേ? അതായത് ട്രേഡ്മി, സീക്ക്, ഇൻഡീഡ് ഇതുപോലുള്ള സൈറ്റുകളിൽ വരുന്ന ജോബ്സിനാണ് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് 2-3 ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസികൾ വഴി നോക്കിയാലോ? അങ്ങനെ 2-3 ഏജൻസികൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നിങ്ങളോട് ഞാനിവിടെ പറഞ്ഞു തരാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. പെട്ടെന്ന് ഞാനിവിടെ വന്നത് അതുകൊണ്ടാണ്. ഫസ്റ്റ് ഏജൻസി ഏതാണെന്ന് നമുക്കിവിടെ നോക്കാം. ഫ്രണ്ട്സ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് മൈഗ്രേഷൻ എന്നാണ് ആ ഏജൻസിയുടെ പേര്. ഫ്രണ്ട്സ് മൈഗ്രേഷൻ സർവീസസ് ഒരു അക്രഡിറ്റഡ് ഏജൻസിയാണ്. ഇവർക്ക് അക്രഡിറ്റഡ് ആയിട്ടുള്ള ജോബ് കൊടുക്കാനുള്ള റൈറ്റ് ഉള്ളവരാണ്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൽ ഇവരുടെ പേര് നിങ്ങൾക്കിവിടെ കാണാം. അവർക്ക് പല അക്രഡിറ്റഡ് എംപ്ലോയേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുവഴി അവർ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ജോബ് സീക്കേഴ്സിന് ജോലി തരപ്പെടുത്തി കൊടുക്കുന്നു. ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി ഫാം വർക്കേഴ്സിനെയും എടുക്കുന്നുണ്ട്. അപ്പോൾ അൺസ്കിൽഡായിട്ട് ഉള്ള ജോബ്സിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ ഏജൻസി വഴി അപ്ലൈ ചെയ്യാം. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് കയറുക. എന്നിട്ട് നിങ്ങൾ അതിലെ ഡീറ്റെയിൽസ് ഒക്കെ കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് അവിടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ കരിയർ ഓപ്ഷൻ വഴി ജോലിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുന്നു. അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾക്ക് അത് യോജിച്ച ഒരു ഡീലാണെങ്കിൽ മാത്രം നിങ്ങളത് തിരഞ്ഞെടുക്കുക. ഇത് നമുക്ക് രണ്ടാമത്തെ ഏജൻസി ഏതാന്ന് നോക്കാം. ഇത് തികച്ചും ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് കേട്ടോ. ആ ഏജൻസിയുടെ പേരാണ് ടി-വാതു ഓറ. ഈ ഏജൻസി കംപ്ലീറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് അവരെ ട്രസ്റ്റ് ചെയ്യാം. ഇവരുടെ കീഴിലാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽസ് അതുപോലെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എംപ്ലോയേഴ്സ് എല്ലാമായിട്ട് ഇവർക്ക് ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട്. ഇവർ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കുക. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് ഫീസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കാര്യമായിട്ട് നിങ്ങളത് അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റിയ ഡീലാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. അവർ ന്യൂസിലൻഡിൽ മൊത്തത്തിലുള്ള ഹെൽത്ത് കെയർ സർവീസസും അതുപോലെ ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഈ മേഖലയിലുള്ള റിക്രൂട്ട്മെൻറ്റിലേക്ക് സ്കേഴ്സിറ്റി വരുന്ന വർക്കേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവർക്കുണ്ട്. ഇവരും ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർക്ക് ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് സെൻറ്റർ തന്നെയുണ്ട്. അതിലൂടെയാണ് അവർ വർക്കേഴ്സിനെ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓവർസീസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത്. ടി-വാതു ഓറ ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇവർ റീലൊക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രജിസ്റ്റേർഡ് നഴ്സസ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻസ് ഇവരെയൊക്കെയാണ് ഈ ഏജൻസി വഴി റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ ഈ ഏജൻസി വഴി നോക്കുന്നത് നല്ലതായിരിക്കും. ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് വളരെ കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ കയറി നോക്കുക. എന്നിട്ട് അതിൽ വർക്ക് വിസ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ കരിയർ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കോണ്ടാക്ടേഴ്സിൽ ഒരു ഇമെയിൽ അയച്ച് നോക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം അവരോട് ചോദിക്കാം. അങ്ങനെ സംശയങ്ങളെല്ലാം തീർത്തിട്ട് മാത്രം നിങ്ങൾ ആ ഏജൻസി വഴി നീങ്ങാനായിട്ട് നോക്കുക. ഇതൊരു ഗവൺമെൻറ് ഏജൻസി ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഏജൻസികളെ പോലെ പറ്റിക്കും എന്നുള്ളൊരു പേടി വേണ്ട. കോണ്ടാക്ടേഴ്സിൽ എൻക്വയറി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുമുള്ള ഓപ്ഷൻസ് ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്നതും വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ടി-വാതു ഓറ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട്
അതിൽ എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് അടുത്ത ഏജൻസി ഏതാന്ന് നോക്കാം. അടുത്തത് വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ് എന്നാണ് ആ ഏജൻസിയുടെ പേര്. വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ് വഴിയാണ് മനു ഇങ്ങോട്ടെത്തിയത്. ഒരു ഹോട്ടലിലെ ഷെഫായിട്ടാണ് മനു വന്നത്. മനുവിൻ്റെ ഒരു ഫ്രണ്ടിനും വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ് വഴി ജോലി കിട്ടി. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവർ ഹോസ്പിറ്റാലിറ്റി ലെവലുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരാണെന്ന് കാണാം. അത് മാത്രമല്ല, അവർ ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഇനി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള എല്ലാ ജോലികൾക്കും അവരിവിടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻട്രി ലെവലിലുള്ള ഒരു ജോബാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ, ഹൗസ് കീപ്പേഴ്സ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ അതുവഴി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ് ഒരു ഗ്ലോബൽ കമ്പനിയാണ്. അതായത് ഇന്റർനാഷണൽ പ്രൊഫഷണൽസിനെ ന്യൂസിലൻഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ്. ഏകദേശം 20 വർഷത്തോളമായിട്ട് അവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ട്രസ്റ്റഡ് ഏജൻസിയാണെന്ന് പറയാൻ കാരണം. പക്ഷേ മനുവിന് 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. ഇവർക്കൊരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളം കാത്തിരുന്ന് ടെൻഷൻ അടിച്ചാണ് അവസാനം ജോലി കിട്ടിയത്. അപ്പോൾ അതിന് കാരണം ആ സമയമായപ്പോഴേക്കും ഇവരുടെ അക്രഡിറ്റേഷൻ നഷ്ടപ്പെട്ടു. വീണ്ടും അവർ അപ്ലൈ ചെയ്ത് അക്രഡിറ്റേഷൻ ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട് ടൈം എടുത്തു. അപ്പോഴേക്കും അവർ തന്നെ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിൻവലിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിലൂടെ ജോബ് സെർച്ചിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എനിക്ക് ജോലി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു. അവർ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചു. മനുവിന് ജോലി കിട്ടി, ഇങ്ങോട്ട് വന്നു. ഇപ്പം ഏകദേശം ഒരു 4-5 മാസമായിട്ടാണ് മനു വന്നിട്ട്. മനുവിൻ്റെ വൈഫിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോബിലേക്കാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ 3ാമത്തെ പ്രധാനപ്പെട്ട ഏജൻസിയാണ് വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ്. എൻജിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ എന്നീ മേഖലകളിലും ഇവരിവിടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലുള്ള സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സൊക്കെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള മറ്റൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വഴി കൂടി നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ചില സമയത്ത് അവർ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻസ്, അതുപോലെ തന്നെ ജോബ് ഫെയേഴ്സ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരിതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് അവിടെ വർക്ക് വിസ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോവുക. നിങ്ങൾ എലിജിബിൾ ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ആ റിപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ ഏജൻറ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. പിന്നീട് അത് തുടർന്ന് നിങ്ങളുടെ ജോലിയിലേക്ക് എത്തും. അതുപോലെ അവരുടെ കോൺടാക്റ്റസിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാം, നിങ്ങൾക്കിവിടെ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ അയച്ചും ചോദിക്കാം. നിങ്ങളുടെ CV-യും അതുപോലെ കവർ ലെറ്ററും ആ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ ജോബ് ഉണ്ടോ എന്ന് നോക്കുക. അതുവഴി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും നാൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഈ വഴി നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാതിരിക്കില്ല. ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ തന്നെ ആ ജോലി വന്ന് ചേരും. സ്വപ്നം കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ see you. Bye bye.